രണ്ട് രാജാക്കന്മാർ 24-ാം അധ്യായം. യെഹോവയാക്കീമിന്റെ കാലത്ത് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെ ആക്രമണമുണ്ടായി. യെഹോവയാക്കീം 3 വർഷം അവന് കീഴ്പ്പെട്ടിരുന്നു. പിന്നീട് അവനെ എതിർത്തു. അപ്പോൾ താൻ തൻ്റെ ദാസന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ യൂദായെ നശിപ്പിക്കാൻ യെഹോവയാക്കീമിനെ കർത്താവ് കൽദായർ, സിറിയക്കാർ, മേവ്യർ, അമ്മോന്യർ എന്നിവരുടെ സേനകളെ അയച്ചു. നിശ്ചയമായും അത് കർത്താവിൻ്റെ മുൻപിൽ നിന്ന് അവരെ നീക്കം ചെയ്യുന്നതിന് അവരെ കൽപ്പനയനുസരിച്ച് സംഭവിച്ചതാണ്. മനാസയുടെ പാപങ്ങൾക്കും അവൻ ചൊരിഞ്ഞ നിഷ്കളങ്ക രക്തത്തിനും ശിക്ഷയായി തന്നെ അവൻ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേം നിറച്ചു. കർത്താവ് അത് ക്ഷമിക്കുകയില്ല. യെഹോവയാക്കീമിൻ്റെ മറ്റൊരു പ്രവൃത്തി യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യെഹോവയാക്കീം പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ യെഹോവാക്കീം ഭരണമേറ്റു. ഈജിപ്ത് മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള തൻ്റെ സമ്പത്തെല്ലാം ബാബിലോൺ രാജാവ് പിടിച്ചടക്കിയതിനാൽ ഈജിപ്ത് ദേശത്തിന് പുറത്തു വന്നില്ല. യെഹോവാക്കീം രാജാവാകുമ്പോൾ യെഹോവാക്കീമിന് 18 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ജെറുസലേമിലെ എൽനാഥിൻ്റെ പുത്രി നെഹൂഷത്തായിരുന്നു അവൻ്റെ അമ്മ. അവൻ പിതാവിനെ പോലെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. അക്കാലത്ത് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ജെറുസലേം വളഞ്ഞു. നെബൂഖദ്നേസർ അവിടെ എത്തുമ്പോൾ അവൻ്റെ പടയാളികൾ നഗരം ഉപരോധിക്കുകയായിരുന്നു. യൂദാ രാജാവായ യെഹോവാക്കീം തന്നെയും മാതാവിനെയും ഭൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും കൊട്ടാരത്തിലെ സേവകരെയും അവൻ അടിയറ വച്ചു. ബാബിലോൺ രാജാവ് തൻ്റെ 8-ാം ഭരണവർഷം അവനെ തടവുകാരനാക്കുകയും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികൾ കൊള്ളയടിക്കുകയും ഇസ്രായേൽ രാജാവായ സോളമൻ കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച സ്വർണ്ണപാത്രങ്ങൾ കഷണങ്ങളാക്കുകയും ചെയ്തു. കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചത്. ജെറുസലേം നിവാസികൾ, പ്രഭുക്കന്മാർ, ധീരയോദ്ധാക്കന്മാർ, 10,000 തടവുകാർ, ശില്പികൾ, ലോകപ്പണിക്കാർ എന്നിവരെ അവൻ പിടിച്ചുകൊണ്ടുപോയി. ദരിദ്രർ മാത്രം ദേശത്ത് അവശേഷിച്ചു. യെഹോവാക്കീമിൻ്റെയും അവൻ്റെ അമ്മയെയും പത്നിമാരെയും സേവകന്മാരെയും ദേശപ്രമുഖന്മാരെയും അവൻ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി. ബാബിലോൺ രാജാവിൻ്റെ 7,000 ധീരയോദ്ധാക്കളെയും ശില്പികളും ലോകപ്പണിക്കാരുമായ 1000 പേരെയും തടവുകാരായി കൊണ്ടുപോയി. അവർ ശക്തന്മാരും യുദ്ധന്മാരും കഴിവുള്ളവരുമായിരുന്നു. ബാബിലോൺ രാജാവ് യെഹോവാക്കീമിൻ്റെ പിതൃ സഹോദരനായ മത്താമിന് പകരം രാജാവാക്കുകയും അവൻ്റെ പേര് സെദേക്കീം എന്ന് മാറ്റുകയും ചെയ്തു. സെദേക്കീം രാജാവാക്കുമ്പോൾ സെദേക്കീമിന് 23 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ജെറുസലേമിൻ്റെ പുത്രി ഹമ്മൂത്താനായിരുന്നു അവൻ്റെ അമ്മ. യെഹോയാക്കീമിനെ പോലും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ കോപം ജെറുസലേമിനും യൂദായ്ക്കും എതിരെ ജ്വലിച്ചു. അവിടെ നിന്ന് അവരെ മുൻപിൽ നിന്ന് തള്ളിക്കളഞ്ഞു. സെദേക്കീം ബാബിലോൺ രാജാവിനെ എതിർത്തു. ഇത്രയുമാണ് വീഡിയോയിലുള്ളത്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.